സത്യപ്രതിജ്ഞയിൽ ഇന്ത്യയിൽ നിയമപ്രകാരം ഒന്നുകിൽ ദൈവനാമം, അതല്ലെങ്കിൽ സഗൗരവം, ദൃഢപ്രതിജ്ഞ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി വന്ന് ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമായിരിക്കുകയാണ്. അള്ളാഹു ഞങ്ങളുടെ ദൈവം എന്ന് പറയില്ല, ഞങ്ങൾ അള്ളാഹു എന്നേ പറയുള്ളൂ. ഒരിക്കൽ ഒവൈസി, അദ്ദേഹം ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ മറ്റാണ് ഒവൈസി, അദ്ദേഹം അവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ അവിടുത്തെ മറ്റുള്ള RSSന്റെ ആൾക്കാർ, സംഘപരിവാറിൻ്റെ ആൾക്കാർ, BJPയുടെ ആൾക്കാർ, അവർ പലരും ജയ് ശ്രീരാം, ജയ് ബജ്രംഗ് വാലി, ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ചില കുറവുകൾ വരുന്നത്. ആ സ്പോട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് റദ്ദാക്കിയിരിക്കുന്നു പറയണം. ഒരു നിയമമുണ്ടല്ലോ, ആ നിയമം ആദ്യം അനുസരിക്കേണ്ടത് ആരാണ്? ഈ നിയമസഭാ സാമാജികന്മാരല്ലേ, അവരല്ലേ നിയമം ഉണ്ടാക്കുന്നത്, അവരല്ലേ അത് ആദ്യം അനുസരിക്കേണ്ടത്. ഇവിടെ ഇത്തവണ ഇവിടെ തിരുവനന്തപുരത്ത് കണ്ടത് അവിടുത്തെ ലോക്കൽ ദൈവങ്ങൾ, ആറ്റുകാലമ്മ, അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ, പത്മനാഭൻ്റെ പേരിൽ അങ്ങനെയൊക്കെയാണ് അവിടെ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞു, ഇതിനു മുമ്പ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള സംവാദ വിവാദങ്ങൾ അത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ. അതിൽ ഇതിനു മുൻപ് ഒരേ വിഷയത്തിൽ, ഈ വിഷയത്തിൽ ഹൈക്കോടതി വിധി 2 തരത്തിലുണ്ടായിട്ടുണ്ട്, സുപ്രീം കോടതി വിധി 2 തരത്തിലുണ്ടായിട്ടുണ്ട്. അതാകാമെന്നും ആകരുതെന്നും പറഞ്ഞിട്ട്. ആയതുകൊണ്ട് തന്നെ ആ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ദൈവനാമത്തിൽ പറയാം, അവർ സഗൗരവം, ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് നിയമം, ചട്ടം അതാണ്. പക്ഷേ അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവം എന്ന പദത്തിന് ഒരു എക്സ്റ്റൻഷൻ, അതിന് വേറൊരു രൂപത്തിൽ എൻ്റെ ദൈവം ശ്രീകൃഷ്ണനാണ്, എൻ്റെ ദൈവം ശബരിമല അയ്യപ്പനാണ്, എൻ്റെ ദൈവം കാശി വിഷ്ണു, മറ്റേ വൈകുണ്ഠനാഥനോ എന്താ അതാണ്, അതല്ലെങ്കിൽ എൻ്റെ ദൈവം മറ്റേ തിരുപ്പതി വെങ്കടേശനാണ്. അത് പറ്റില്ല. ദൈവനാമത്തിൽ ആ ദൈവത്തിന് എക്സ്റ്റൻഷൻ, ആ നാമത്തിന് പിന്നെ ഒരു എക്സ്റ്റൻഷൻ അത് പാടില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ആചാരം പിന്തുടർന്നാലും, അത് ഏത് രീതിയിലാണ്, ഏത് ദൈവത്തെ എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെല്ലാവരും ദൈവനാമത്തിൽ അത് മാത്രമേ പാടുള്ളൂ ചട്ടമുണ്ട്. അതിനൊരു എക്സ്റ്റൻഷൻ പാടില്ല എന്നുണ്ട്. ഇനി ചില ആൾക്കാരുടെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയിട്ട് അപ്പോൾ അവർ സഗൗരവം, ദൃഢപ്രജ്ഞ അങ്ങനെ ചെയ്യും. പക്ഷെ അതിൽ ഈ ദൈവങ്ങളുടെ വൈവിധ്യങ്ങളായിട്ട്, അതായത് അവരെ വിശ്വസിക്കുന്ന പാറ്റുകാല ആ ഭാഗത്തു നിന്ന് ജയിച്ചു വരുന്ന ഈ മറ്റേ ജനപ്രതിനിധി, അദ്ദേഹം ആറ്റുകാലമ്മയുടെ പേരിൽ, ചിലർ മറ്റേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ, ചിലപ്പോൾ പത്മാവിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതി ഒരിക്കൽ 2006 എടുത്ത നിലപാട് അത് ഇപ്പോഴെടുത്ത നിലപാടിന് വ്യത്യാസമാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് പറ്റില്ല, രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരിക്കലും നടന്നു, ചിലർ സത്യപ്രതിജ്ഞ ചെയ്തു, ആ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് പറയുന്നു. അവിടെ ആകെ ഞങ്ങളെയാണ് ചവിട്ടും കുത്തും കാലൊടിക്കലും കൈയൊടിക്കലും കൊണ്ടാണ് ആശുപത്രികളൊക്കെയാണ്. 2006 എടുത്ത നിലപാട് ഇപ്പോഴെടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, വക്കീൽമാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 2006 കേരള നിയമസഭയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അതിൽ 11 MLA മുസ്ലിം ലീഗിൻ്റെ 11 MLA അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അന്ന് ഹർജി അവിടെ കൊടുത്തിരുന്നു. അത് ശരിയല്ല, ദൈവത്തിൻ്റെ നാമത്തിലേ പറ്റുള്ളൂ, അതിനൊരു എക്സ്റ്റൻഷൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് എൻ്റെ ദൈവം അള്ളാഹുവാണ്, എൻ്റെ ദൈവം ബ്രഹ്മ തത്വമാണ്, എൻ്റെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ നാമധേയത്തിലോ അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തിൻ്റെ നാമധേയത്തിലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമധേയത്തിലോ പാടില്ല എന്നാണ് എക്സ്റ്റൻഷൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അത് ചട്ടവിരുദ്ധമാണ് അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിച്ചത്, അല്ല അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഹർജി കൊടുത്തത്. ഭരണഘടനയുടെ അന്ന് ഹൈക്കോടതിയുടെ നിലപാട് ഈ പ്രാവശ്യം ഉണ്ടായ നിലപാടായിരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട രംഗം അതാരാണെങ്കിൽ പോലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്, അത് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂള് ഇപ്രകാരം പറയുന്നു, അത്ര ഐ സ്വെയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ആ വാചകത്തിൽ പറയുന്ന ഗോഡ് അഥവാ ദൈവം, അതിൽ ആ പദത്തിൽ അള്ളാഹു ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഇല്ല. പക്ഷേ കോടതി അങ്ങനെയാണ് നിരീക്ഷിച്ചത്, അള്ളാഹു ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമല്ലല്ലോ എന്നാണ് കോടതി വിലയിരുത്തിയിട്ട് അന്ന് ഹർജി അവർ പരിഗണിച്ചില്ല. ഇത് പിന്നെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയും ഈ ഹൈക്കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമമാകാമെന്ന് ഹൈക്കോടതിയും പറഞ്ഞു, സുപ്രീം കോടതിയും പറഞ്ഞു. 2006 ഈ 2 കോടതികളും ശരിവെച്ച കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ ബി ജെ പിക്കാരുടെ കാര്യത്തിൽ അതായത് ഒരു മുസ്ലിങ്ങൾ ഗോഡ് എന്നുള്ളത് അഥവാ ദൈവം എന്നുള്ളതിന് ഒരു എക്സ്റ്റൻഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അള്ളാഹു എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ അതെങ്ങനെയാണ് തെറ്റാകുന്നതെന്ന് അവർ ചോദിക്കുന്നത്.
ഇവിടെ പലപ്പോഴും പല കാര്യങ്ങളും പണ്ട് മുല്ലാ നസറുദ്ദീൻ പറഞ്ഞ പോലെ അവർ പറഞ്ഞത് ശരിയല്ലേ, അപ്പോൾ ഇവർ പറഞ്ഞു ശരിയല്ലേ, അപ്പോൾ കോടതികൾ പറഞ്ഞു അതും ശരിയല്ലേ എന്ന് പറയേണ്ടി വരികയാണ് ചെയ്യുന്നത്. കോടതി 2006 എന്താ പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള നാമം പറയാം. ഓരോരുത്തർ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ നാമം മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന ദൈവം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നാമത്തിലാകാം, യഹോവയുടെ നാമത്തിലാകാം, ക്രൈസ്റ്റിൻ്റെ നാമത്തിലാകാം, അതല്ലെങ്കിൽ പൂശിക്കളശിയുടെ പേരിലാകാം, വിലങ്ങനത്തലും പടവൻ്റെ പേരിലാകാം. എനിക്കുള്ള ദൈവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ജഡ്ജിയമ്മാവനേക്കും ദൈവമാണ്, കായംകുളം കൊച്ചുണ്ണി ദൈവമാണ്, കായംകുളം കൊച്ചുണ്ണി ആരാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ ദൈവം അതാണ്. അപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ നാമധേയത്തിൽ അങ്ങനെയൊക്കെ ആകാമല്ലോ. അതല്ലേ 2006 കോടതി ശരിവെച്ചത് അങ്ങനെയല്ലേ? ഈ ദൈവം എന്നുള്ളതിൻ്റെ എക്സ്റ്റൻഷൻ അള്ളാഹു കൂടിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബി ജെ പിക്കാർ പറയുന്നത് അത് ചട്ടവിരുദ്ധമാണ്, ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ കോടതി അങ്ങനെ നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പേരിലും ആറ്റുകാലമ്മയുടെ പേരിലും ശ്രീപത്മനാഭൻ്റെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെ തെറ്റാകുന്നത്? അതേ കോടതിയോടാണ് ചോദിക്കുന്നത്. ഏകദൈവ വിശ്വാസികളല്ലാത്തതുകൊണ്ട് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു അഭിധയിൽ വരുന്നില്ല. 2006 ശേഷം നിലവിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ പുതിയ വല്ല നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ടോ? ഇതാണ് സംഘപരിവാറുകാർ ചോദിക്കുന്നത്. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല, അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ഒരുപാട് ദൈവങ്ങൾ പാടില്ല, ഏകദൈവ വിശ്വാസികൾക്കുള്ള ആ ദൈവം മാത്രമേ പാടുള്ളൂ. അങ്ങനെ വല്ല നിയമം പുതിയ വന്നിട്ടുണ്ടോ ചോദിക്കുന്നത്. ഒരേ നിയമം 2 തരം ജനവിഭാഗങ്ങൾക്ക്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും, അവരെ 2 ശൈലിയിൽ അവരെ ബാധകമാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് നീതിയെ നിഷേധിക്കില്ല, അന്യായമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ആളുകൾ, ഇപ്പോൾ BJP-ക്കാർ തിരുവനന്തപുരത്ത് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടുത്തെ കൗൺസിലർമാർ അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി. അതിനുശേഷം വീണ്ടും 2 മാസത്തിനകത്ത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിൽ വക്കീൽ പറയുന്നത് ദൈവനാമത്തിലോ സഗൗരവമോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ദൈവം എന്ന പേരിൻ്റെ എക്സ്റ്റൻഷൻ ചട്ടത്തിലില്ല. അതിനാൽ ഏത് ആചാരം പിന്തുടർന്നാലും എല്ലാവരും ഒരേ ദൈവത്തെയാണ് കാണുന്നതെന്നുമാണ് ഹിന്ദു ജനപ്രതിനിധികൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമവിരുദ്ധമാണെന്നതിന് ഹൈക്കോടതി കാരണം പറഞ്ഞത്. ഇതിൽ വക്കീൽ പറയുകയാണ് അയാൾക്ക് മനസ്സിലാവാത്ത കേരളത്തിലൊരു ഹൈക്കോടതി അല്ലേ ഉള്ളൂ, എന്നിട്ട് എങ്ങനെയാണ് ഒരേ സംഭവത്തിൽ ഒരേ വിഷയത്തിൽ 2 തരം നിരീക്ഷണം വന്നത്, വിധികൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. 2006 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സത്യപ്രതിജ്ഞ, അന്ന് മുസ്ലിം ലീഗിന് 11 MLA-മാരുണ്ടായിരുന്നത്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു ഹർജി ഇതേ ഹൈക്കോടതിയിൽ വന്നു. പക്ഷേ അന്ന് ഇങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയാകാമെന്ന്, അള്ളാഹുവിൻ്റെ നാമധേയത്തിലാകാമെന്ന്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അയാൾ ദൈവത്തിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ദൈവം ഏത് ദൈവമാണ്? ഹിന്ദുക്കൾക്ക് ഒരു ദൈവമല്ലല്ലോ ഉള്ളത്, പല ദൈവങ്ങളല്ലേ ഉള്ളത്, 30 കോടി ദൈവങ്ങളല്ലേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ താൻ വിശ്വസിക്കുന്ന ദൈവം അത് ആറ്റുകാലമ്മയാണെങ്കിൽ ആറ്റുകാലമ്മയുടെ നാമധേയത്തിൽ, അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ നിന്നിട്ട് ആ ദൈവം എന്നുള്ളിടത്ത് ആറ്റുകാലമ്മ, അങ്ങനെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഒരു ജനപ്രതിനിധി തൻ്റെ പേരിലല്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ആ വാദം അംഗീകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അള്ളാഹു മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ഏകദൈവമാണ്. ഭരണഘടനയിൽ അത് പറയുന്നുണ്ട്. ഐ ഡു സ്വെയർ എന്ന് തുടങ്ങി ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. ആ വാചകത്തിലെ ഗോഡ്, ആ ഒരു നാമധേയം, അതിൽ അള്ളാഹു ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ അള്ളാഹു എന്ന പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വിരുദ്ധമല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല, ചട്ടത്തിന് വിരുദ്ധമല്ല എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. എന്നിട്ട് ആ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഈ ഹർജിക്കാരൻ വീണ്ടും സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം സുപ്രീം കോടതി അതേപോലെ ശരിവെക്കാനുണ്ടായത്. അതായത് ഓരോരുത്തർ അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് ഭരണഘടനാ സംവിധാനത്തിലുള്ള ചട്ടങ്ങൾക്കോ വിരുദ്ധമല്ല എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ 2006 സംഭവത്തിൽ കേരള ഹൈക്കോടതിയും പറഞ്ഞു, അത് തന്നെ സുപ്രീം കോടതിയും ശരിവെച്ചു. പിന്നെ എങ്ങനെയാണെന്നാണ് ചോദ്യം. അവിടെ ജയിച്ചു വന്ന ഹിന്ദു ജനപ്രതിനിധികൾ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, മുസ്ലിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവർ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നുള്ളതിന് പകരം അള്ളാഹു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കളായിട്ടുള്ള അവിടെയുള്ള മെമ്പേഴ്സ്, കൗൺസിലർമാർ, അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമം എന്നുള്ളതിന് പകരം അവർ വിശ്വസിക്കുന്ന ആറ്റുകാലമ്മയുടെ പേരിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിൽ എന്നിത്യാദി കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഭരണഘടനാ വിരുദ്ധമാകുന്നത്? ഇതാണ് ചോദ്യം. ഏകദൈവ വിശ്വാസികളല്ലാത്തതുകൊണ്ട് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവങ്ങൾ അനവധിയാണ്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ എടുത്തു കളയുന്നത് ശരിയാണോ? ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഹിന്ദുക്കൾക്കുള്ള നിയമം വേറെയാണോ,
അതല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി തന്നെ ശരിവെച്ച കാര്യം, സുപ്രീം കോടതി ശരിവെച്ച കാര്യം ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ അതെങ്ങനെയാണ് ഹൈക്കോടതിക്ക് തെറ്റായി പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം മറ്റൊന്നുമല്ല, ഇത്തവണ മുസ്ലിം ലീഗ് MLA ഇതൊന്നും അറിഞ്ഞിട്ടല്ല എങ്കിൽ പോലും RSSനെയും സംഘപരിവാറിനെയും മുഷിപ്പിക്കേണ്ട എന്ന് കരുതി അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ അതൊക്കെ അവർ മാറ്റിക്കളഞ്ഞു. അവർക്ക് അധികാരമാണ് വലുത്. 10 കൊല്ലത്തെ പ്രശ്നം, 10 കൊല്ലം അവർ പട്ടിണി എടുക്കുകയായിരുന്നല്ലോ, അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ. അത് മുഴുവൻ തീർക്കണം, ആ പ്രശ്നങ്ങൾ മുഴുവൻ തീർക്കണം, 10 കൊല്ലത്തെ നഷ്ടങ്ങൾ മുഴുവൻ നികത്തണം എന്ന് പറഞ്ഞ് വന്നിട്ട് എന്തിനാണ് അവിടെ അള്ളാഹു അല്ലല്ലോ വലുത്, പണമല്ലേ വലുത്. അതുകൊണ്ട് അവർ അള്ളാഹുവിനെ ഒരു മൂലയ്ക്ക് എറിഞ്ഞു, തൊപ്പിയെടുത്തൊരു മൂലയ്ക്ക് ഇട്ടു. അവർ ദൈവത്തിൻ്റെ നാമധേയത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ ഏറ്റവും രസം, ഇത്തവണ അള്ളാഹുവിൻ്റെ നാമധേയത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് എങ്കിൽ അത് വലിയ വിവാദമായേനെ. അപ്പോൾ ഇവർ പറഞ്ഞേനെ അവർക്ക് ദൈവം എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കുകയും ഞങ്ങൾക്ക് ദൈവം എന്നുള്ള എക്സ്റ്റൻഷൻ തരാതിരിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോടതിക്ക് അവർ ഡിലമേലായി പോകും, അതിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലായി പോകും. രണ്ടും ഒരേ കോടതിയാണ്, രണ്ടുപേർക്കും ഒരേ കോടതിയാണ് മറ്റേ വിധികൾ വന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒന്നിന് വിരുദ്ധമായതുകൊണ്ട് ഇത്തവണ ഈ മുസ്ലിം ലീഗുകാർ അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് എങ്കിൽ അത് വലിയ വിവാദമായാലേ. ഇപ്പോഴുള്ള വിവാദത്തിൽ ഒരു 10 ശക്തിയുള്ള വിവാദമായാലേ. അപ്പോൾ പറയാം അവരങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ത്യാഗമായിരുന്നു വാസ്തവത്തിൽ. ഏതായാലും അതുണ്ടായില്ല. ഇപ്പം ഏതായാലും മനസ്സിലാക്കാൻ പറ്റുന്നത് പണ്ടത്തെ ജഡ്ജിയും ഇപ്പോഴത്തെ ജഡ്ജിയും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. പണ്ടത്തെ നിയമം കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരും ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ള ജഡ്ജിമാർ നിയമം കൈകാര്യം ചെയ്യുന്നതൊക്കെ ആരുടെയൊക്കെ ആജ്ഞയാലാണ്, അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരോടൊക്കെയോ വിധേയപ്പെട്ടുകൊണ്ടാണ് അവർ വിധി പ്രസ്താവിക്കുന്നത് എന്ന് വേണം ഇപ്പം കരുതാൻ. ഏതായാലും കോടതിയുടെ ഇപ്പോഴത്തെ ഗണന പ്രകാരം ദൈവം എന്ന കോൺസെപ്റ്റിൽ അള്ളാഹു പെടും, അതേസമയം രാമൻ പെടില്ല, ശിവൻ പെടില്ല, പത്മാവൻ പെടില്ല, ബ്രഹ്മാവ് ഇതൊന്നും പെടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെറ്റ് പറ്റുന്ന ആർക്കാണ്? ഇവിടെ നിയമം ഉണ്ടാക്കിയവരുണ്ട്. ആ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ശക്തിയുക്തം നടത്താൻ പറ്റാത്തവരാ. ആ സ്പോട്ടിൽ വെച്ച് പറയണം ഞാൻ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ അത് പറ്റില്ല, രണ്ടാമത് ചെയ്യുന്നു പറയണം. ഗവർണറൊക്കെ ഉണ്ടാവുമല്ലോ, അത് പറ്റില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം അതേ പറ്റുള്ളൂ അപ്പോൾ തന്നെ പറഞ്ഞ കാര്യം കഴിഞ്ഞു. എന്തിനാണ് ഇതൊക്കെ അലവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയം. എന്തിനാണ് ഈ അറബി ഭാഷയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ആ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പോലെ ഇവിടെ നിയമമുണ്ടല്ലോ ദൈവത്തിൻ്റെ നാമത്തിൽ, അതിലപ്പുറം ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പം അതിൽ നമ്മളിവിടെ ഭരണാധികാരികളെയും കോടതികളെയാണ് ശരിക്കും പറയുമ്പോൾ കുറ്റം പറയേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, സാമാജികന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള വിശ്വാസമല്ല ഞങ്ങളുടെ ഭയങ്കര വിശ്വാസം എന്ന് കാണിക്കാൻ വേണ്ടി ആറ്റുകാലമ്മയുടെ നാമധേയത്തിൽ, ചിലർ പറയും ശ്രീപത്മാവിൻ്റെ നാമധേയത്തിൽ, മാർത്തടിച്ചിടയ്ക്കാണ് പറയുന്നത്. ചിലർ ഉറക്കെ നിലവിളിച്ചിട്ടാണ് ഗുരുവിൻ്റെ നാമധേയത്തിൽ എന്നൊക്കെയും പറയുന്നത്. ഏതായാലും നിയമമായിരിക്കണം, നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില പ്രീണനങ്ങൾ, അന്നുണ്ടായിരുന്ന ഹൈക്കോടതി അന്നുണ്ടായിരുന്ന ചില ആൾക്കാരെ പ്രീണിപ്പിച്ചു, ഇന്നുണ്ടാകുന്ന കോടതി ഇന്നുള്ള വേറെ ചില ആൾക്കാരെ പ്രീണിപ്പിക്കുന്നു. ഈ പ്രീണന നയം ജഡ്ജിമാരിലേക്കും പകർന്നോ? ഇതാണിപ്പോൾ ചോദിക്കാനുള്ളത് വാസ്തവത്തിൽ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കോടതി പോലും ഒരു പ്രീണന നയം ചെറുതായിട്ട്, ഇന്നിപ്പോൾ ഇവിടുത്തെ കേരളമുണ്ടല്ലോ, ജിഹാദിസ്ഥാനുണ്ടല്ലോ, കേരളം അങ്ങനെയായി മാറിയല്ലോ. ആയതുകൊണ്ട് തന്നെ അതിനനുരൂപമായിട്ട് ഒന്ന് ചെരിഞ്ഞു കൊടുത്തു, ഒന്ന് വളഞ്ഞു കൊടുത്തു കോടതി എന്ന് ആരും കരുതിയിട്ടുണ്ടെങ്കിൽ അതും തെറ്റു പറയാൻ പറ്റില്ല. നമസ്കാരം.